السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതിന് സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിലുപരിയായി കേൾക്കുന്നതിലുപരിയായി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബായിർ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനിൻ്റെ 5 വഖ്ത് നമസ്കാരം, അതുപോലെ തന്നെ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള അവൻ്റെ സമയങ്ങൾ, അതുപോലെ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള സമയങ്ങൾ, അവൻ വലിയ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിൽ അതൊക്കെ അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ, ചെറുപാപങ്ങൾ പൊറുക്കാൻ കാരണമായി തീരുന്നതാണ്. അഥവാ 5 വഖ്ത് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം യഥാർത്ഥ രൂപത്തിൽ അവൻ തഖ്വയോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് അവൻ നമസ്കരിച്ച നമസ്കാരത്തിൻ്റെയും അവൻ നിലവിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തിനെയും ഇടയ്ക്കുള്ള പാപങ്ങളെ അത് പൊറുപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ജുമുഅയും ശ്രദ്ധാപൂർവം നിർവഹിക്കുകയാണെങ്കിൽ അതിനു മുമ്പുള്ള ഒരാഴ്ചത്തെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുന്നതാണ്. അതുപോലെ തന്നെ റമദാനും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ തെറ്റുകളെല്ലാം നമുക്ക് പൊറുപ്പിക്കാൻ കാരണമാകുന്നതാണ് എന്നാണ് ഹദീസിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അലാ അദുല്ലുക്കും അലാ മാ യുഅ്ജിസുല്ലാഹു ബിഹിൽ ഖതാ അലാ മാ യർഫഉല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹിദ് ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും നിങ്ങളുടെ പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലു ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് സഹാബാക്കൾ മറുപടി പറഞ്ഞു. നബി തങ്ങൾ മൂന്ന് അമലുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്ബാഉൽ വുദൂഇ അലൽ മകാരിഹ്, പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടും വുദൂഇനെ പൂർണ്ണമായും നിർവഹിക്കുക. അതുപോലെ തന്നെ വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് ധാരാളമായിട്ട് നിങ്ങൾ നടന്നു പോവുക. വൻതിളാറുസ് സ്വലാത്തി ബഅദസ്സലാ, ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. ഫദാലിക്കുമുർ റിബാത്ത്, അതാണ് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ചെയ്യുന്ന വലിയ ജിഹാദുകളിൽപ്പെട്ട ഒന്നാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. കാരണം വുദൂഇനെ മകാരിഹ് എന്ന് പറഞ്ഞാൽ കടുത്ത തണുപ്പ് പോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വളരെ ഉറങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ തണുപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണമായി വുദൂ ചെയ്യുക. എങ്ങനെയെങ്കിലും വുദൂ ചെയ്യുകയല്ല, മറിച്ച് നബി തങ്ങളുടെ വുദൂവിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ രൂപത്തിൽ വുദൂഇനെ പൂർണ്ണമാക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ, കുറച്ച് അകലെയാണ് പള്ളിയെങ്കിൽ വാഹനമൊന്നുമില്ലാതെ അവിടേക്ക് നടന്നു പോകാൻ ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അതുപോലെ ഓരോ നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഖളാ ആകുന്നതിന് മുമ്പ് നമസ്കരിക്കലല്ല, മറിച്ച് പള്ളിയിൽ പോയി ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുക എന്നുള്ള രൂപത്തിൽ ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ നഫ്സിനോട് ചെയ്യുന്ന വലിയ ജിഹാദാണ്. അത് കാരണമായി അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും നിങ്ങളുടെ ദറജകൾ ഉയർത്തുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, ആരെങ്കിലും 2 തണുപ്പുള്ള നമസ്കാരങ്ങൾ നമസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി തങ്ങൾ അരുളുകയുണ്ടായി. മുഹദ്ദിസുകൾ പറയുന്നുണ്ട്, ബർദൈൻ എന്ന് പറഞ്ഞാൽ 2 തണുപ്പുള്ള നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് തണുപ്പ് ആരംഭിക്കുന്ന സമയത്തുള്ള അസ്ർ നമസ്കാരവും, അതുപോലെ തന്നെ തണുപ്പ് അവസാനിക്കുന്ന സമയത്തുള്ള സുബഹി നമസ്കാരവും. ഇത് പല കാരണങ്ങളുടെ പേരിൽ ഒരുപക്ഷെ മുടങ്ങിപ്പോയേക്കാവുന്ന നമസ്കാരങ്ങളാണ്. ഇതിൻ്റെ പിറകിൽ അത് കൃത്യമായി നമസ്കരിക്കാൻ വലിയ പരിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഒരാൾ അത് കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹ. ഒരു അടിമ അവൻ യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവൻ അസുഖബാധിതനാവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ യാത്രയിലല്ലാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവന് ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് അവൻ എന്തൊക്കെ അമലുകളാണോ ചെയ്തത്, അത് അവൻ്റെ രോഗം കാരണം അല്ലെങ്കിൽ യാത്ര കാരണം ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം അവർ നൽകുന്നതാണ്. നമുക്ക് എന്തെങ്കിലും അസുഖം വരികയോ യാത്ര വരികയോ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ അള്ളാഹുവിനോട് ആ കൂലിയെ ചോദിക്കണം, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കേട്ട കാര്യങ്ങൾ അമലിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും റമളാൻ അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.